നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ കായിക താരമായ ദളിത് പെൺകുട്ടിയെ 5 വർഷത്തിനിടെ 62 പേർ ലൈംഗിക പീഡനത്തിലിരയാക്കിയത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ കേസിൽ ഉൾപ്പെട്ട ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത തരത്തിലുള്ള അന്വേഷണം, പഴുതടച്ചുള്ള തെളിവ് ശേഖരണവുമാണ് വേണ്ടത്. ഇതിനായി വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ അടിയന്തരമായി നിയമിക്കാൻ സർക്കാർ തയ്യാറാകണം, അദ്ദേഹം ആവശ്യപ്പെട്ടു. 5 വർഷത്തോളം പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടും മാതാപിതാക്കളോ അധ്യാപകരോ സഹപാഠികളോ അറിഞ്ഞില്ലെന്നതും കേരള സമൂഹത്തെ ഭയപ്പെടുത്തുന്നതാണെന്നും സതീശൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇനിയും പുറത്തുവരാത്ത കുറ്റകൃത്യങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ എത്രമാത്രം ദുർബലമാണെന്നതിന്റെ തെളിവ് കൂടിയാണ് പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി നേരിട്ട കൊടിയ പീഡനം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണം. കുട്ടികളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലേക്ക് അധ്യാപനവും മാറണം. PTA യോഗങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണം. സാധാരണക്കാരായ കുട്ടികളും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും കൂടുതലായുള്ള വിദ്യാലയങ്ങളിൽ സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധ വേണം. കൗൺസിലിംഗിനൊപ്പം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും മെഡിക്കൽ ക്യാമ്പുകളും ഉറപ്പാക്കണമെന്നും സതീശൻ പറഞ്ഞു. നമ്മുടെ കുഞ്ഞുമക്കൾ വീടുകളിലും വിദ്യാലയങ്ങളിലും സമൂഹങ്ങളിലും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നിയമ സംവിധാനങ്ങൾക്കൊപ്പം ഓരോ പൗരനുമുണ്ട്. ഇതിനായി ബോധവൽക്കരണവും നടത്തേണ്ടതുണ്ട്. പത്തനംതിട്ടയിലെ കുട്ടിക്കുണ്ടായ ദുരനുഭവം ഇനി നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്കും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഫലപ്രദമാകുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു.